ഹായ് വെൽക്കം ടു മൈ ചാനൽ കലവറ. അപ്പം നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. എവിടേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ പറയാം. അപ്പം നമ്മളിവിടെ നിലമ്പൂർ കനോലി പ്ലോട്ടിൻ്റെ സൈഡ് ഇടതുഭാഗത്തുള്ളൊരു ഫോറസ്റ്റിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു വഴിയുണ്ട്. ആ കടകളൊക്കെ നിൽക്കണതിൻ്റെ നടുക്കൽ. അപ്പോൾ അതിലൂടെ അങ്ങോട്ട് ഉള്ളോട്ടാണ് കേട്ടോ. ഒരുപാട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു മീൻ വളർത്തണ ഒരു കുളം കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കേട്ടോ. പക്ഷേ ഇതിലാരും പോരരുത്, ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. കാരണം ഇത് കണ്ടോ, പോരുന്ന വഴി നോക്കിയപ്പോൾ നല്ല നിറയെ വെള്ളം ഈ വേനലിൽ നിൽക്കുന്ന ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ. പിന്നെ അതേപോലെ കളിമണ്ണ് എടുക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോന്ന് ഗേറ്റൊക്കെ അവിടെ എത്തിയപ്പോൾ ഗേറ്റൊക്കെ അടച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഫീസർ പണിക്കാരെ വിളിച്ചും കണ്ട് നമ്മൾ അതൊക്കെ ചാവി എടുത്ത് തുറന്നു. പോരാത്തതിന് അതിൽ കറണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പകൽ ഓഫാണ്, പക്ഷേ രാത്രി കറണ്ട് ഇടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ഈ കുളം കാണാൻ ഇവിടെ എത്തി. ഇത് നമ്മൾ ഈ മീൻ വളർത്തുന്ന കുളം എന്ന് പറഞ്ഞാൽ ഇത് അക്വപോണിക്സിൻ്റെ കൃഷിയും കൂടി ചെയ്യുന്ന ഒരു കുളമായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും അതിൻ്റെ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് കണ്ട് ഒന്നും കൂടി ബോധ്യമാകുമല്ലോ, അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് 2 തട്ടിലേന് കൃഷി ചെയ്യുന്നത്. കൃഷിയൊക്കെ ഒഴിവാക്കി, കാരണം മീനൊക്കെ പിടിച്ചു പോയപ്പോൾ ആ ഒന്നാമത്തെ ബാച്ച് അങ്ങനെ ഒഴിവാക്കിയതാണ്. ഇപ്പോൾ രണ്ടാമത് അവർ റീപ്ലാന്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ചെറിയ മീൻ കുഞ്ഞുങ്ങൾ കുളത്തിലുണ്ട്. ഇത് ഭയങ്കര ഹൈറ്റ് ഉണ്ട്, താഴ്ച ഉണ്ട് ഈ കുളം. അതുകൊണ്ട് നമുക്ക് ഫോട്ടോയിൽ മീനുകളെ കാണില്ല. അപ്പോൾ ഇതാ വെള്ളം ടാങ്കിക്ക് വന്ന് അത് തിരിച്ച് അങ്ങോട്ടും ഒരു 2 തരത്തിലാണ് ഇതിൻ്റെ വെള്ളം പോകുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. എന്തിനാ ഇത് കണ്ടോ, ഇങ്ങനെ പൈപ്പൊക്കെ ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുളത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് കൃഷിക്കും തിരിച്ച് സ്വയം അത് അങ്ങോട്ടും ചാടുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ അക്വപോണിക്സ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. ആ കുളത്തിലെ വെള്ളം കൊണ്ട് നനക്കണ ഒരു ഫ്രൂട്ട്സിൻ്റെ തൈകളുടെ തോട്ടമാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളുടേതാണ് കേട്ടോ. 1-2 പ്രൈവറ്റ് വീടൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കഴിയുക എന്നുള്ളത്. കാരണം പോകുന്ന വഴിക്ക് ഒരുപാട് നമ്മൾ ഫോറസ്റ്റിൽ ഓഫീസർമാർക്ക് നിൽക്കാനുള്ള ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഒറ്റയ്ക്ക് പോരരുതെന്ന് പറഞ്ഞത്. ഇവിടെ നിറച്ച് കഞ്ചാവ് അടിക്കണവരുണ്ടാവും എന്ന് ഓഫീസർ പറഞ്ഞു. അപ്പോൾ നമുക്ക് തനിയെ പോരാൻ പേടിയാണ്, വൈകുന്നേരം ആയാൽ പോരാൻ പേടിയാണ്. ഇങ്ങനെ ആളെ കൂടി പകലേ പറ്റുള്ളൂ. നമ്മളിതൊക്കെ എന്താ കാണണമെന്ന് വെച്ചാൽ ഇത് നമുക്കിവിടെ വീട്ടിൽ ചെയ്യാനുള്ളൊരു ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ തുടർന്ന് നമ്മൾ ആ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യാനും മടിക്കരുതേ. എന്നെങ്കിലും നമുക്ക് അപ്പോൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇതാ നമ്മൾ റൂട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിഷറീസ് വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് അവിടെ കാണാനും ആ ഗേറ്റ് താക്കോലെടുത്ത് തുറക്കാനും നമുക്ക് അവർ തരില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ റൂട്ടിലേക്ക് എത്തി. കനോലി പ്ലോട്ടിൻ്റെ ആ ഒരു റൂട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ തേക്ക് തടിയൊക്കെ ലേലം വിളിച്ച് ക്രെയിനിലൊക്കെ കയറ്റുന്ന നല്ല കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. അപ്പോൾ എന്താ ഒരു സലാഡ് ഉണ്ടാക്കാൻ ഒരുങ്ങി ഞാൻ. ഇവിടെ രാത്രി പൊതുവെ ആരും ചോറ് കഴിക്കില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്ന് നമുക്കൊരു സലാഡാക്കാം. അതിനിടെ ഒരു പൈനാപ്പിൾ, ക്യാരറ്റ്, കക്കരിക്ക, ബീട്രൂട്ട്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ബീട്രൂട്ട് ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബീട്രൂട്ടൊക്കെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് നമ്മളൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇടുക കേട്ടോ. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് അരച്ച് അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതാ നമ്മളൊരു കക്കരിക്ക എടുത്ത് പീൽ ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഈ സലാഡ് പൊതുവേ നമ്മൾ ഈ പച്ചക്കറി എടുത്ത് അരിഞ്ഞ് സലാഡ് ഉണ്ടാക്കിയാൽ നമുക്ക് അധികം കഴിക്കാൻ കഴിയില്ലല്ലോ. ആ വിനാഗിരിയുടെ ഒരു കുത്തലും പല്ലിൻ്റെ പുളിപ്പൊക്കെ വരുമല്ലോ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ബിരിയാണിൻ്റെ കൂടെ, അല്ല ഇതുപോലെ നമുക്ക് പെട്ടെന്ന് രാത്രി കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സലാഡാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കക്കരിക്ക നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ബൗളിലേക്ക് ഇട്ടു. പിന്നെ അടുത്ത ക്യാരറ്റ് ആയിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്ത് നമ്മൾ മാറ്റി. ഇനി നമ്മൾ പൈനാപ്പിളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല പൈനാപ്പിൾ ആവണം കേട്ടോ, നല്ല മധുരമുള്ള. അപ്പോൾ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമുക്ക് മധുരമുള്ള പൈനാപ്പിളിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അതും ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് ആ ബൗളിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. പിന്നീട് നമ്മൾ ആ അരച്ച ബീട്രൂട്ടിൻ്റെ മിശ്രിതം കൂടി ഇതിലേക്ക് ഇടണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം. പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബീട്രൂട്ടിൻ്റെ കളറായില്ലേ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേശം കൂടി ഉപ്പ് ചേർത്തു.
എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ മിക്സാക്കി. അപ്പോൾ ഇതാണ് നമ്മൾ സലാഡ് കേട്ടോ. ഞാനതിൻ്റെ കൂടെ ഒരു ഓംലേറ്റും കൂടി അടിച്ചു. നമുക്ക് താറാവുള്ളതുകൊണ്ട് പിന്നെ ഓംലെറ്റ് അടിക്കാനൊക്കെ എപ്പോഴും മുട്ട സ്റ്റോക്കാണ്. അപ്പോൾ അതെ നമ്മൾ റെഡ് ലേഡി ഒരു പപ്പായയും കൂടി കയ്യിലിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കട്ടാക്കി.